ഇന്ന് നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടം മൊത്തം ഒന്ന് കാണിക്കാം നിങ്ങളെ കേട്ടോ. എങ്ങനെയുണ്ട് കൃഷികളൊക്കെ എന്ന് നിങ്ങൾക്ക് കാണണ്ട എല്ലാവർക്കും. മൊത്തം ഒരൊറ്റ മുതൽ ഞാൻ കാണിക്കാം. അപ്പോൾ കുറച്ചൊക്കെ ഇന്നലെ കുറച്ച് വിളവെടുത്തു, കുറച്ച് പറിക്കാനുണ്ട്. ഇന്ന് എന്തൊക്കെയുണ്ട് പരുവത്തിനുള്ളത്, ഇന്ന് എടുക്കാൻ പറ്റിയത് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും അത് ഒരു രക്ഷയില്ല കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, നമ്മളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും പൊളിച്ചിരിക്കും. അതാണ് ഇന്നത്തെ നല്ല പൊതുവാக നമ്മളിങ്ങനെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മക്കളെ കൊണ്ട് പറ്റുന്നിടത്തോളം മക്കൾ ഇവിടെ എന്തൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യും അതെല്ലാം ഇവിടെ ഞാനും ചെയ്യും. എന്തായാലും ചെയ്യും. മുതൽ കാണിക്കാം കേട്ടോ. അതാ ബീൻസ് ഇതിനിടയ്ക്ക് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് അകത്തോട്ട് വെളിച്ചം കിട്ടാത്തതുകൊണ്ട് കണ്ട നമ്മുടെ ബീൻസ് കിടക്കുന്നുണ്ട്. അകത്തോട്ടെല്ലാം ഉണ്ട്. ഇതിനകത്തെല്ലാം കിടപ്പുണ്ട് ബീൻസ്. ഇതെല്ലാം ഇപ്പം ഞാൻ പറിക്കാൻ പോവാന്നേ. പിന്നെ അടുത്ത തന്നെ വന്ന് വെള്ളരിക്കാം, തിന്നുന്ന വെള്ളരിക്കാം. താഴെ ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ വിത്തിന് നിർത്തിയിരിക്കുക. ഇതിപ്പോൾ മേളിലാണ്. അടുത്ത എന്തായിട്ടെന്ന് കാണാം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഐറ്റം കാന്താരി മുളക് കണ്ട. കാന്താരി മുളക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 4 തൈയുണ്ട് കാന്താരി കേട്ടോ. ഒരു 3 ഉണ്ട്. അപ്പുറത്ത് വേറെ ഒരെണ്ണമുണ്ട്. പോർച്ചുഗൽ ഹോട്ട് ചില്ലിയാണ് കേട്ടോ. ഇത് ഭയങ്കര നീളമാണ്, വണ്ണം കുറഞ്ഞിട്ട് നീളത്തിൽ 9 ഇഞ്ച് 10 ഇഞ്ച് വരുന്നുണ്ട്. ഒരു മുളക് വളഞ്ഞു കിടക്കുന്നുണ്ട്, അങ്ങനെ കിടക്കുവാണേ. പിന്നെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഞാൻ ട്രൈ ചെയ്യുക കേട്ടോ. എന്താണെന്ന് മനസ്സിലായോ? കണ്ണൻ ചേമ്പ് നട്ടിട്ടുണ്ട്. പക്ഷേ വിളവ് അത്ര കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ലേറ്റായിട്ടാണ് ഞാൻ നട്ടത്. ഇനിയിപ്പോൾ 1 മാസം കൂടെ ഉള്ളൂ നമുക്ക് സമയം. അതിനുള്ളിൽ പറിച്ച് നോക്കാം. ഇല്ലെങ്കിലും സങ്കടമില്ല. കാരണം സംഭവം ഇവിടെ കിളിക്കുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത വർഷം അതിനനുസരിച്ച് നേരത്തെ ചേമ്പ് നടാൻ തുടങ്ങും. ഒരു 4 മൂടെങ്കിൽ 4 മൂട്. നമുക്ക് ഓണത്തിന് ഒരു അവിയൽ വെക്കാൻ വേണ്ടേ. അപ്പോൾ അതിനനുസരിച്ച് 2 മൂട് നട്ടിട്ടുണ്ട്. ഇത് എനിക്ക് തന്നതാണ് ഒരാൾ കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഒരു ദിവസം കടയിൽ പോയപ്പോൾ ചേമ്പ് കിട്ടിയില്ല. അപ്പം എനിക്ക് പരിചയമുള്ള ഒരാൾ ചേമ്പ് വാങ്ങിച്ചു. ചേച്ചി ഇത് 2 കിളിച്ചതാ ചേച്ചി, നടന്നെങ്കിൽ നട്ട് നോക്കുന്നു. അങ്ങനെ തന്നത്. ഏതായാലും കൊണ്ടത് പരീക്ഷണം വെച്ചു, കിളിച്ച് കേട്ടോ. പക്ഷേ അടിയിൽ ചേമ്പുണ്ടോ നമുക്കറിയത്തില്ല. ഇത് വന്നിട്ട് വാക്സ് മുളക്, നമ്മൾ ബജ്ജിമുളക് എന്ന് പറയും. പക്ഷേ ആ ബജ്ജിമുളകിനെമാതിരി അല്ല, ഇതിനിച്ചൂടെ നല്ല എരിവുള്ളതാണ്. ഇത് ഐറ്റങ്ങൾ കുറേ എണ്ണപ്പുണ്ട്. ഇനി വേറൊരു ഐറ്റം. നമ്മുടെ പരീക്ഷണങ്ങൾ പല വിധത്തിലാണ്. ഇത് മനസ്സിലായി എന്താന്ന്? നിത്യവഴുതന. ഇത് പറഞ്ഞ പോലെ നേരത്തെ കുഴിച്ചിട്ടെങ്കിലും കിളിച്ചില്ല, ഇപ്പോഴാണ് കിളിച്ചിരിക്കുന്നത്. ഇത്രയായിട്ടുണ്ട്. പക്ഷേ വിളവ് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും ഞാൻ ഭാഗ്യ പരീക്ഷണം നടത്തുക. ഈ വർഷം കിട്ടിയില്ല, അടുത്ത വർഷം കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മുളകിൻ്റെ പേര് അനഹേയം ഹോട്ട് ചില്ലി. ഇത് കണ്ടോ, അതുപോലെ നീളമുള്ള മുളകാണ്. പക്ഷേ നല്ല വണ്ണമുണ്ട്, നല്ല എരിവുണ്ട്. ഇതാ എന്തൊരു നീളമാണെന്ന് നോക്ക്. ഞാൻ കുറച്ചിത് വിളവെടുത്തു. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വിത്തിന് നിർത്തിയിരിക്കാം. നമുക്ക് അടുത്ത വർഷം വേണമല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ ക്യാപ്സിക്കം, അത് 2-3 നേറ്റ് എടുത്ത് കഴിഞ്ഞതാണ്. വിത്തിനൊന്ന് അല്ലാതെ പറിക്കത്തക്ക പോലെ ഒരെണ്ണം ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങനെ പ്രത്യേകത്തിൽ നിറയെ നിൽപ്പുണ്ട് കണ്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ താരം തക്കാളി ഹോട്ട് ചില്ലി ഉണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതും 2 ഏറ്റ് വിളവെടുത്താണ്. 2 തൈയുണ്ട്. അതാ കണ്ടാ. ഇതിനിപ്പോൾ പറിക്കാറായിട്ടില്ല കേട്ടോ. 2-3 വിളഞ്ഞിരിക്കും. പക്ഷേ ഇതെല്ലാം നന്നായി പഴുത്തിട്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാനൊരു പിക്ചർ കണ്ടപ്പോൾ അതിൽ മുഴുവനും പഴുത്ത് നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ പഴുത്തിട്ട് പറിച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കണം. ഇതിൻ്റെ ഇനം വേണ്ട. ഇത് 2 മൂടുണ്ട് കേട്ടോ. ഇതിലും കുറച്ചുണ്ട്. ക്യാപ്സിക്കം 4 ഉണ്ട് പറിക്കാൻ. നമ്മുടെ ഹംഗേറിയൻ ബാഗ്സാണ്. ഇതും വിത്തിന് നിർത്തിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? അതാ മുളകിൻ്റെ ഇല നല്ല പഴുത്ത് നിൽക്കി. അത് പറിച്ച് വെയിലത്ത് വെക്കണം. ഇനി ഇതിനകത്ത് മുഴുവൻ ബീൻസ് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ കുറച്ചൊക്കെ കാണിക്കാം കേട്ടോ. ഇതാണ്ട് ഇവിടെ കിടക്കുന്നു. ഇതിനകത്ത് നിറയെ നിൽപ്പുണ്ട്. ഇത് കണ്ട, ഇവിടെ എല്ലാം നിൽപ്പുണ്ട് ബീൻസ്. ഇത് ബെല്ലി ബീൻസ് കണ്ട, നല്ല കട്ടിയുള്ള നല്ല ദശയുള്ള സംഭവം. ഇത് വേറൊരു ഇനമാണ്, കനം കുറഞ്ഞത്. ഇങ്ങനെ ഇതിനകത്ത് ഇടയ്ക്ക് ഒത്തിരി നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ട, സോയാ ബീൻസ്. ഇത് മുഴുവൻ ബീൻസാണ്. ഇതെല്ലാം പിന്നെ ഇവിടെ എല്ലാം കുറ്റി ബീൻസ്. ഇതെല്ലാം ഞാൻ തനിത്തന്നെ എടുത്തപ്പോൾ നിങ്ങളെ കാണിച്ചാണ്. ഇതിലെല്ലാം കായുണ്ട് പറിക്കാൻ. ഇത് സോയാ ബീൻസ് വിത്തിന് നിർത്തിയിരിക്കുവാണ്. ഇച്ചിരി താഴെ നിന്നത് 2 ഉണ്ടായിരുന്നു. അത് എലി കടിച്ചു. അപ്പോൾ ഞാൻ പിന്നെ അത് വിട്ട് മുറിച്ച് മാറ്റി കളഞ്ഞു. ഇതാ ഇത് സോയാ ബീൻസ് കണ്ട കിടക്കുന്നുണ്ട്. പറിച്ച് കാണിക്കാൻ നിങ്ങൾ എത്ര ഉണ്ടെന്ന് കേട്ടോ. ഈ ഇടയ്ക്ക് കിടക്കുന്നുണ്ട്, നമുക്കൊന്നും അറിയത്തില്ല എത്ര ഉണ്ടെന്ന്. നമ്മുടെ മെയിൻ താരം ബ്രൊക്കോളി, ഇഷ്ടം പോലെ ഉണ്ട് ബ്രൊക്കോളി കേട്ടോ. അതുപോലെ ഇനിയുണ്ട് പറിക്കാതണ്ട. ഇതാ പർപ്പിൾ കളർ ബീൻസ് ഇതേ കണ്ട കിടക്കുന്നത്. തക്കാളി പല വെറൈറ്റി, പച്ചയാണ്, ഒന്നും കായായിട്ടില്ല. യെല്ലോ കളർ ബീൻസ്, ലെറ്റ്യൂസ്. ഇതെല്ലാം നമ്മുടെ നാടൻ പയറാണ്. ഇതുവരെ ഒരു കായും വന്നിട്ടില്ല കേട്ടോ. നോക്കാം എന്തായെന്ന്, വരുന്നത് വരട്ടെ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ വഴുതനങ്ങ. അപ്പുറത്ത് ഒരു 3-4 ഉണ്ട്. ഒരെണ്ണം വിത്തിന് നിർത്തിയിട്ടുണ്ട് വലുത്. ഇന്നലെ ഒരു 4 പറിച്ചു. ഇവിടെയൊക്കെ പിന്നെ ബ്രൊക്കോളി ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. വഴുതന വേറെ ഉണ്ട്, പക്ഷേ കായ അതിൽ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിലും കായായിട്ടില്ല, പൂ മാത്രം വന്ന് നിൽക്കുന്നു. നമ്മുടെ കേരളങ്ങൾ നേരത്തെ കാണിച്ചാണ്. പട്ടാണി ഇന്ന് കുറേ പറിച്ചു ഞാൻ കേട്ടോ. ഞാൻ കാണിക്കാം അടുത്ത വീഡിയോയിൽ. പിന്നെ ചീരവകൾ, ബ്രൊക്കോളി നിറയെ ഉണ്ട് അവിടെ. ചീര, ചുമന്ന ചീര, കേല് 3 വിധത്തിൽ, തക്കാളി. ഇത് ക്രിസ്മസ് ട്രീ മാതിരി വന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് ലെറ്റ്യൂസാണ്. ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുക കേട്ടോ. ഇതെല്ലാം ലെറ്റ്യൂസാണ്. ഇതെല്ലാം പല വിധത്തിലുള്ള, പല കളർ, പല ഷേപ്പ്, അങ്ങനെയൊക്കെ. ഇത് കണ്ടോ, ക്രിസ്മസ് ട്രീ പോലെ തന്നെ നിൽക്കുന്നത് ലെറ്റ്യൂസാണ് കേട്ടോ. അപ്പുറത്ത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചില്ല, അതേ സെയിം തന്നെയാണ്. അതങ്ങനെ നമ്മുടെ ആ ട്രീയുടെ അതേ ഷേപ്പിൽ മേലോട്ട് പോകുന്നുണ്ട്. അടുത്ത് നമ്മുടെ മെയിൻ സംഭവം കണ്ടോ, ബീട്രൂട്ടിൻ്റെ ഇല. തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടില്ല കേട്ടോ. ചുമന്ന ചീര നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടിക്കാൻ സമയമായി, അത് റെഡിയാണ് നിൽക്കുന്നത്, പറിക്കണം. ഇപ്പുറത്ത് ഉലുവയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഉലുവ തോരൻ, ഉലുവ പക്കവട, ഉലുവ ചപ്പാത്തി, ഉലുവ നാടൻ ചീര, ചുമന്ന ചീര കണ്ടോ. ഇതിപ്പോൾ 3ാമത്തെ ട്രിപ്പാണ് ഇനി കണ്ടിക്കാൻ പോകുന്നത്. ഇന്ന് കണ്ടിക്കുന്നില്ല, കണ്ടിക്കണം. അവിടെ നിൽപ്പുണ്ട് കുറച്ച്. അപ്പോൾ 2 ഇടത്തായിട്ട് ഞാനിങ്ങനെ ഭാഗ്യം പരീക്ഷിച്ചിട്ടത് ഏതായാലും കിളിച്ചു. 2-3 കളറിൽ ഏതായാലും ചീര വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലേ, പച്ചയും റോസും കൂടെ ഉള്ളതും വെറും പച്ച തന്നെ. അങ്ങനെ പല രീതിയിൽ ചീര നമുക്ക് ആ വിത്തിൻ്റെ കൂട്ടത്തിൽ വന്നാൽ തോന്നുന്നു, മിക്സഡ് ആണെന്ന് തോന്നുന്നു. ഇതേതായാലും ഒരു രക്ഷയില്ല. വന്ന് കാണുന്നവരെല്ലാവരും എൻ്റെ അമ്മോ നാട്ടിൽ അതേ ചീര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ആൾറെഡി മല്ലിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടതാണ്. ഇപ്പോൾ അടുത്ത ഇട്ടിട്ടുണ്ട്. അതൊരു എന്താ പറ്റുന്ന ഇന്നലെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒന്നും മല്ലിയില കാണുന്നില്ല കണ്ടോ. ഇവിടെ ഒന്നിൽ കാണുന്നില്ല, ഇലയില്ലാണ്ട് ഇതിലൊന്നും. ഇത് കണ്ടില്ലേ,
ഇലയില്ലേ നോക്കിപ്പോണ്ട് കിളി കുരുവി ഇരുന്ന് തിന്നോണ്ടിരിക്കുക ഇതെല്ലാം മുഴുവൻ തിന്നിട്ട് പോയി. എന്തോ പറയാൻ അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ മല്ലിയടിയിൽ ശരിയായില്ല. ഇനിയിപ്പോൾ ഞാൻ ചട്ടിയിലിടാൻ പോവാം. ഇവിടെ നിൽക്കുന്ന അങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ പറിക്കണം. അതെനിക്കൊന്ന് ഇളപ്പം ഇങ്ങോട്ട് കുരുത്ത് വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തിന്നിട്ട് പോകുന്നത്. ഇനി ഇവിടെ എല്ലാം നിർത്തിയിരിക്കുന്നത് തക്കാളിയാണ് കേട്ടോ. മുളകുകൾ കുറേ നിർത്തിയിട്ടുണ്ട്, പക്ഷേ ഒന്നും ഇനി വന്നിട്ടില്ല. കാന്താരിയുണ്ട്, കാന്താരിയൊക്കെ വരുന്നുണ്ട്. പുല്ല് നല്ല വളർന്നു നിൽക്കുക. ഇനി മെഷീൻ ഓടിക്കണം. നമ്മുടെ മെയിൻ താരങ്ങളെല്ലാം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. മിഡ് നൈറ്റ് സ്നാക്സ് കണ്ടോ, റിഫ്ലക്റ്റ് ആകുന്നുണ്ടത്, കളർ കണ്ട. ഇപ്പോൾ കുറേ എണ്ണം പഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഉണ്ട് കണ്ണാടി പോലെ കാണുന്നുണ്ട്. പക്ഷേ മറ്റേ തക്കാളിക്ക് അങ്ങനെ വരത്തില്ല. ഇതിന് മാത്രമേ അങ്ങനെ വരത്തില്ല. ആൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടതാണ്. അത് ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ സംഭവം ഇത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് താരം റെഡിയാ നിൽക്കുക. ഇപ്പോൾ എല്ലാം നോക്ക്, ഓറഞ്ച് കളർ. ഇത് റെഡ് അല്ല, ഓറഞ്ച് കളറാണ് ഫുള്ളാ നിൽക്കുന്നത്. എല്ലാം പഴുത്ത് റെഡിയാ നിൽക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ പറിക്കാൻ പോയി ഞാനേ. ഇതെല്ലാം കിടക്കുന്നുണ്ട്, താഴെ വരെ കിടപ്പുണ്ട്. ഒരു കൊല മൊത്തമായിട്ടൊന്ന് പഴുത്ത് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് 2-3 എണ്ണം പഴുക്കും. പിന്നെ അടുത്തത് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടേ പഴുക്കത്തുള്ളൂ. ഇവിടെ നോക്ക് 4 എണ്ണം പഴുത്ത്, ബാക്കിയൊന്നും പഴുത്തില്ല. ഒന്നിച്ച് പറിക്കുക, ഒറ്റ കൊലയായിട്ട് പറിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇതെല്ലാം ഓറഞ്ച് കളർ കേട്ടോ. അടുത്ത നമ്മുടെ വലിയ തക്കാളികളൊക്കെ അതിങ്ങനെ മുറക്കി നിൽക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കായ നിൽക്കുന്നുണ്ട്. ഇത് മത്തങ്ങ സൈസ്, നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലേ. ഇതെല്ലാം നമ്മുടെ തക്കാളി ഓരോ ഇനങ്ങളാണ്, ഓരോന്നും ഓരോ ടൈപ്പാണ്. ഇതെല്ലാം റെഡ് കളർ. ഇതിങ്ങനെ കുറ്റിയാകത്തുള്ളൂ, വലുതാകത്തില്ല കേട്ടോ. ഇത്രയാകത്തുള്ളൂ ചെടി, പക്ഷേ കായ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇവിടെ എല്ലാം നമ്മുടെ തക്കാളിയാണ് നിൽക്കുന്നത്. ഇതിൽ വേറൊരു ഇനം തക്കാളി ഉണ്ട് ഇനി ഇവിടെ കേട്ടോ. അത് ഞാൻ കാണിക്കാം. ഉരുണ്ടയല്ലാതെ ഓവൽ ഷേപ്പ്, അത് അപ്പുറത്താക്കിനെ കാണിക്കാം. ഇതെല്ലാം നമ്മുടെ സൂര്യകാന്തി ഞാൻ ചട്ടിയിൽ വെച്ചിരിക്കുവാണ്. കാര്യം നമ്മുടെ അണ്ണാൻകുട്ടൻ ഇപ്പോൾ വരും. അപ്പോൾ പൂവ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തത് മേളിൽ ഞങ്ങളുടെ സിറ്റൗട്ടിലോട്ട് വയ്ക്കും. അപ്പോൾ അവിടെ അണ്ണാൻ ബരത്തിലെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചുക്കുടിച്ചീര അല്ല, മണിത്തക്കാളി ഇത് കണ്ട, അതിൻ്റെ കാ കണ്ട പഴുത്തിരിക്കുന്നത് തിന്നാൻ നല്ല രുചിയാണ് കേട്ടോ. മധുരവുമല്ല പുളിയുമല്ല, അങ്ങനെ ഒരു മിക്സഡ്. അതെല്ലാം ഇപ്പോൾ പറിക്കണം. എനിക്കിത് ഇഷ്ടം പോലെ കാ പഴുത്ത് നിൽപ്പുണ്ട്. വിത്തിനും വെക്കണം. ഇപ്പോൾ ഇല പിന്നെയും ആയി, ഒരു 10 ദിവസം പോലും ആയില്ല കേട്ടോ. ഞാൻ പറിച്ചിട്ട് ഫുള്ളാ ഇലയായി. ഇതിനകത്ത് ഇവിടെ ഒരു മൂട്, അങ്ങേപ്പുറത്ത് 3-4 മൂടുണ്ട്. എല്ലാം പറിക്കണം. ഇപ്പം ഇതെല്ലാം നമ്മുടെ ബ്രൊക്കോളിയാണ് നിൽക്കുന്നത് കേട്ടോ. എല്ലാം കായ് കുറേയൊക്കെ പറിച്ചു. ഇവിടുത്തെയൊക്കെ പറിച്ചത്, ഇനി അടുത്തത് റെഡി ആകുന്നതേ ഉള്ളൂ. അങ്ങനെ കുറേ ഉണ്ട് ബ്രൊക്കോളി പ്രാവശ്യം. ചുമന്ന ചീര ഇവിടെയും ചട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളി നിൽക്കുന്നുണ്ട്, നല്ല രസമില്ലേ എന്താ. ചെറിയ തക്കാളി ഇഷ്ടം പോലാണ്, പല വെറൈറ്റിയിലുള്ളതുണ്ട്. അല്ല നല്ല നല്ല ഇങ്ങനെ വന്ന് നിൽക്കി. അതിപ്പോൾ അങ്ങോട്ട് പഴുത്ത് കഴിഞ്ഞാൽ എല്ലാം പറിക്കണം, ഇഷ്ടം പോലെ. അങ്ങോട്ട് നടക്കുമ്പോൾ ഒരെണ്ണം, അങ്ങോട്ട് നടക്കുമ്പോൾ ഒരെണ്ണം വായിലിടുക, അത്രേ ഉള്ളൂ. ഈ തക്കാളി ഉണ്ടോ, ഓവൽ ഷേപ്പ്. അപ്പോൾ ഒരു 6 വിധം വെറൈറ്റി ഉണ്ട് കേട്ടോ തക്കാളി. കമ്പി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്തോന്നല്ലേ. ഇത് കണ്ട, അങ്ങനെ പല വെറൈറ്റിയിലുള്ള തക്കാളി. ഞാൻ ഫ്രണ്ടിൽ കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ചെടികളുടെ കൂട്ടത്തിൽ കുറച്ച് ബ്രൊക്കോളി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ബ്രൊക്കോളി ഉണ്ട് കേട്ടോ. ഇതവിടെ നല്ല പരുവത്തിൽ നിൽക്കുന്നു. ഇത് നാളെല്ലാം മറ്റന്നാൾ പറിക്കണം. ബ്രൊക്കോളി ഈ പ്രാവശ്യം രക്ഷയില്ലാത്ത വിളവാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ മുഴുവൻ ബ്രൊക്കോളി ഒരു 10 മൂട് വെച്ചിട്ടുണ്ട്. നോക്കാം, നമുക്ക് എത്ര കിട്ടുന്ന അത്ര ആട്ടെ. എല്ലാം ചുമ്മാ, ഇതെല്ലാം ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുന്നത് കിളുക്കുമല്ലോ, കിളുക്കുന്നതുകൊണ്ട് അത് മുറിച്ച് ഇങ്ങോട്ട് ഇന്ന് കൊണ്ടുവയ്ക്കും. അത് വരുമ്പോൾ വരട്ടെ, വന്നില്ല പോട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. മുന്തിരി ഈ പ്രാവശ്യം നമ്മളെ കളിപ്പിച്ച് കളഞ്ഞുണ്ടാകും. മുന്തിരിയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു കൊല ഉണ്ടായി, ഈ പ്രാവശ്യം ഒന്നുമില്ല, പൂ പോലും വന്നിട്ടില്ല. നോക്കാം, അടുത്ത വർഷം കിട്ടിയെങ്കിൽ കിട്ടട്ടെ.